നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. പിതൃക്കൾ പരശുരാമനോട് പറഞ്ഞു, മാസ്മൈവം സാഹസം ദാത പുനഃകാർഷി കഥഞ്ജന. അല്ലയോ കുഞ്ഞെ, നീ ഇനി ജീവിതത്തിൽ ഈ പ്രകാരത്തിൽ ഒരു സാഹസത്തിന് ഇറങ്ങരുത്. എന്താ ഇപ്പൊ ചെയ്തിരിക്കുന്ന സാഹസം? ഭീഷ്മനോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് സാഹസം. നീ ഇനി ഒരിക്കലും ഭീഷ്മേണ സംയുഗം ഗന്ധം, ഭീഷ്മനോട് യുദ്ധം ചെയ്യുക എന്നുള്ളതായ സാഹസത്തിന് പുറപ്പെടരുത്. ക്ഷത്രിയേണ വിശേഷത, വിശേഷിച്ചും ക്ഷത്രിയനോട് നീ ഇനി യുദ്ധത്തിന് പുറപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം. ക്ഷത്രിയനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയൻ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി പടക്കളത്തിൽ വരും. അതുകൊണ്ട് അധർമ്മം അവനെ ബാധിക്കുന്നില്ല. അവന്റെ ധർമ്മമാണ് സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത്. എന്നാൽ നീ ബ്രാഹ്മണനാണ്, തപസ്വിയാണ്, ബ്രഹ്മജ്ഞാനിയാണ്, നിനക്ക് യുദ്ധം പറഞ്ഞിട്ടില്ല. സ്വാധ്യായോ ബ്രഹ്മചര്യശ്ച ബ്രാഹ്മണാനാം പരം ധനം. അല്ലയോ പരശുരാമ, നിന്നെ പോലുള്ളതായ ബ്രാഹ്മണർക്ക് ഏറ്റവും പവിത്രമായിരിക്കുന്ന ധനം വേദപഠനമാണ്, സ്വാധ്യായം. വേദശാസ്ത്രങ്ങളുടെ അധ്യയനമാണ്. അതിനനുസരിച്ചുള്ളതായ വ്രതചര്യയാണ്, തപോനിഷ്ഠയാണ്. നീ എപ്പോഴാണോ പടവില്ലുമെടുത്തിട്ട് പടക്കളത്തിൽ ഇറങ്ങുന്നത്, അപ്പോൾ നീ ചെയ്യേണ്ടതായ ആ ഉത്തമമായ ധർമ്മത്തിൽ നിന്നിട്ട് നീ പതിച്ചു പോകുന്നു. അത് നിനക്ക് പരാജയ കാരണമായിട്ട് ഭവിക്കും. എന്നാൽ ഭീഷ്മനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പതനമില്ല. ഭീഷ്മൻ സ്വന്തം ധർമ്മത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഭീഷ്മനോടോ ഏതെങ്കിലും ക്ഷത്രിയനോടോ നീ യുദ്ധത്തിന് പുറപ്പെടരുത്. പര്യാപ്തമേതത് ഭദ്രന്തേ തവ കാർമുകധാരണം. നീ വില്ലെടുത്ത് പടയ്ക്ക് പലതവണ ഇറങ്ങിയിട്ടുണ്ട്, അത് മതി. വില്ലെടുത്തുള്ളതായ ഈ യുദ്ധം, ഈ വിളയാട്ടം, അത് ഇനി നീ ഈ ജന്മത്തില് ആവർത്തിക്കാൻ പാടില്ല. വിസർജയേതത്. ഏറ്റവും കരുത്തുറ്റതായ ഈ ആയുധത്തെ, ഈ വില്ലിനെ, അതേപോലെ തുണീരത്തെ, മറ്റെല്ലാ ആയുധങ്ങളെയും അല്ലയോ ഭാർഗവ നീ ഉപേക്ഷിച്ചാലും. ഈ ഭീഷ്മൻ ആരെന്ന് നിനക്കറിയുമോ? യേശ ഭീഷ്മ ശാന്തനവോ ദേവൈ സർവൈർ നിവാരിത. ഈ ഭീഷ്മൻ ശന്തനുവിന്റെ മകനാണ്. ദേവന്മാരെല്ലാവരും കൂടി ഭീഷ്മന്റെ സമീപത്ത് ചെന്നിട്ട് ഭീഷ്മനോട് യുദ്ധത്തിൽ നിന്നിട്ട് പിന്മാറണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ അഭ്യർത്ഥന ഭീഷ്മൻ സമ്മതിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നീയും ഭീഷ്മന് മാതൃക കാട്ടണം. എങ്ങനെ? നിവർത്തസ്വ രണാദസ്മാത്. ഈ യുദ്ധത്തിൽ നിന്നിട്ട് നീ പിന്തിരിയണം. നീ ആയുധം എന്നേക്കുമായിട്ട് നീ ഉപേക്ഷിക്കണം എന്ന് പരശുരാമനോട് പിതൃക്കൾ, ജമദഗ്നി തുടങ്ങിയതായ പിതൃക്കൾ പറഞ്ഞു. ദേവന്മാര്, ഈ പിതൃക്കൾ പരശുരാമനോട് പറയാണ്. ദേവന്മാര് ഭീഷ്മനോട് പറയുന്നത് എന്തെന്നറിയോ? രാമേണ സഹ മാ യോത്സി. രാമനോട് നീ യുദ്ധം ചെയ്യരുത്. എന്താ കാരണം എന്നറിയോ? ഗുരുണേതി. നിന്റെ ഗുരുവാണ് അദ്ദേഹം. നിനക്ക് ഈ ആയുധവിദ്യ പഠിപ്പിച്ചു തന്ന അദ്ദേഹമാണ്. ഗുരുദേവനാണ്. അദ്ദേഹത്തോട് നീ യുദ്ധം ചെയ്യരുത് എന്ന് ഭീഷ്മനോട് ദേവന്മാര്, ഗുരുജനങ്ങള്, പിതൃക്കള് ഒക്കെ പറയാണ്.
എന്നിട്ട് അവർ ഭീഷ്മനെ ഓർമ്മിപ്പിക്കുന്നു, നഹിരാമോ രണേജേതും ത്വയാ ന്യായ കുരുദ്വഹ. ഈ കുരുവംശത്തിന്റെ ശ്രേയസ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ടുവരുന്ന അല്ലയോ ഭീഷ്മ, ഈ രാമനെ നീ ജയിക്കാൻ പുറപ്പെടുന്നത് ഒരിക്കലും ന്യായമല്ല. ഏത് പ്രകാരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും അത് അന്യായമായേ ഭവിക്കൂ. ഏറ്റവും വലുത് നിന്റെ ഗുരു തന്നെയാണ്. അദ്ദേഹം ബ്രഹ്മജ്ഞനാണ്, തപസ്വിയാണ്, ബ്രാഹ്മണനാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട് ഇവിടെ ചിന്തിക്കേണ്ടതായിട്ട്. അതിനാൽ ഒരു പ്രകാരത്തിലും അല്ലയോ ഭീഷ്മ, നീ അദ്ദേഹത്തോട് യുദ്ധത്തിന് പുറപ്പെടരുത്. ഇങ്ങനെ ദേവാദികളും പിതൃക്കളും ഒക്കെ ഭീഷ്മനോട് പറയുന്നു, അല്ലയോ പരശുരാമ, നീ ഇത് കേൾക്കണം. ദേവാദികൾ എന്താണ് ഭീഷ്മനോട് പറഞ്ഞതെന്ന് ഞങ്ങൾ നിന്നെ കേൾപ്പിച്ചല്ലോ. നീ ഇത് കേൾക്കണം, നീ ഇത് ഉൾക്കൊള്ളണം. ഞങ്ങൾ നിന്റെ പിതൃക്കളാണ്, നിനക്ക് ഗുരുവാണ്. ആ ഗുരു എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് ത്വാം വാരയാമഹേ, ഞങ്ങൾ നിന്നെ ഈ യുദ്ധത്തിൽ നിന്നിട്ട് പിന്തിരിപ്പിക്കുന്നു. ഈ ഭീഷ്മൻ ആരെന്ന് നീ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിക്കൊള്ളൂ, ഭീഷ്മൻ മനുഷ്യനല്ല, മനുഷ്യനായി ശരീരം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഈ ഭീഷ്മോ വസൂനാം അന്യതമോ, വസുക്കളുടെ കൂട്ടത്തിൽ, അഷ്ടവസുക്കളുടെ കൂട്ടത്തിൽ ഒരുവനാണ് ഭീഷ്മൻ. അഷ്ടവസുക്കളോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ജീവനോട് കൂടിയിട്ട് മടങ്ങിപ്പോകാമെന്ന് കരുതുന്നുണ്ടോ? പരശുരാമനോട് ജമദഗ്നി തുടങ്ങിയതായ പിതൃക്കൾ ചോദിക്കാണ്. ഭാഗ്യം കൊണ്ടാണ് ദിഷ്ടിയാ ജീവസി പുത്രക. അല്ലയോ കുഞ്ഞെ പരശുരാമ, ഭീഷ്മന്റെ കൈകൊണ്ട് മരിക്കാതെ ഇപ്പോഴും നീ ശ്വസിക്കുന്നത് നിന്റെ ഭാഗ്യം കൊണ്ടാണ് എന്നറിഞ്ഞുകൊള്ളുക. വസുക്കളെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. ഭീഷ്മനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ആപത്ത് വരും. ഗാംഗേയ ശന്തനോ പുത്രോ വസുരേഷ മഹായശാഹ. ശന്തനുവിന്റെ പുത്രനാണ് ഗംഗാദത്തൻ, ഗംഗയുടെയും മകൻ. അവൻ വളരെയേറെ യശസ്വിയാണ്. അങ്ങനെയുള്ള ആ ഭീഷ്മനെ കഥം ശക്യ ത്വയാജേതും, നിനക്കെങ്ങനെ ജയിക്കാൻ കഴിയും? നിനക്ക് ജയിക്കാനാവില്ല. അതുകൊണ്ട് നിവർത്തസ്വേഹ ഭാർഗവ, അതുകൊണ്ട് അല്ലയോ ഭാർഗവ, നീ പിന്തിരിഞ്ഞാലും ഈ ഭീഷ്മനെ കൊല്ലാൻ നിനക്കാവില്ല. ഭീഷ്മന് മരണം എങ്ങനെ സംഭവിക്കണം എന്ന് നേരത്തെ തന്നെ ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വംശത്തില്, ഭരതവംശത്തില് പാണ്ഡു എന്നു പേരായി ഒരു രാജാവുണ്ടാകും. ആ പാണ്ഡുവിന് അർജുനൻ എന്ന മകനുണ്ടാകും. 5 മക്കളുടെ കൂട്ടത്തിൽ വളരെയേറെ കരുത്തനായിട്ടുള്ള വില്ലാളിയായിരിക്കും അർജുനൻ. പുരന്തര സുതോ ബലി, പാണ്ഡുവിന്റെ വംശത്തിൽ പിറക്കുന്ന, പാണ്ഡുപുത്രനായി പിറക്കുന്ന ആ അർജുനനുണ്ടല്ലോ, പുരന്തരന്റെ മകനാണ് എന്നുകൂടി മനസ്സിലാക്കിക്കോണം. ഇന്ദ്രന്റെ പുത്രനാണവൻ. ബലി, അവൻ വളരെയേറെ ബലശാലിയാണ്. അവൻ നരഋഷിയുടെ അവതാരമാണ് എന്നറിഞ്ഞുകൊള്ളണം. അവൻ സനാതനനായ ഭഗവാനാണ് എന്നറിഞ്ഞുകൊള്ളണം. സവ്യസാചി എന്നുള്ള പേരില് അവൻ വിഖ്യാതനായിത്തീരും, പ്രസിദ്ധനായിത്തീരും എന്നറിഞ്ഞുകൊള്ളണം. അവന്റെ കൈകൊണ്ടാണ് ഭീഷ്മന് മരണം സംഭവിക്കേണ്ടത്. ഇത് സ്വയംഭൂ ബ്രഹ്മാവ് പണ്ടേ തന്നെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിശ്ചയത്തെ മാറ്റാൻ അല്ലയോ പരശുരാമ അങ്ങയ്ക്ക് സാധ്യമല്ല. അതിനാൽ ഭീഷ്മനെ കൊല്ലാം എന്നുള്ളതായ വ്യാമോഹം വേണ്ട. അതൊരിക്കലും ഉചിതമല്ല, അത് നടക്കുകയുമില്ല. ഭീഷ്മനെ ഇതാ ദേവാദികളും അതേപോലെ തന്നെ പിതൃക്കളും എല്ലാവരും ചേർന്ന് ഉപദേശിച്ചിട്ട് പടക്കളത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പരശുരാമ, നീയും പിന്തിരിഞ്ഞുകൊള്ളൂ. ഈ അവസരത്തില് ആ തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതായ ദേവാദികളോട് ഭീഷ്മൻ പറഞ്ഞു,
പിതൃക്കളോടുമായിട്ടും ഭീഷ്മൻ ഇങ്ങനെ പറഞ്ഞു, നാഹം യുധി നിവർത്തേയം ഇതിമേ വ്രതമാഹിതം. യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല, ഇത് എന്റെ വ്രതമാണ്, ഈ വ്രതത്തിന് ഒരു മാറ്റവുമില്ല എന്ന് ഭീഷ്മൻ ആ അവസരത്തിൽ തന്നെ ഉപദേശിക്കുന്ന പിതൃക്കളോട് പറഞ്ഞു. മറുവശത്ത് പരശുരാമന്റെ പിതൃക്കള് പരശുരാമനോട് പിന്തിരിയാനായിട്ട് ഉപദേശിക്കുന്നു. ആ അവസരത്തിൽ വീണ്ടും ഭീഷ്മൻ തന്റെ പിതൃക്കളോട് പറയാണ്, ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്നിട്ട് ഒരിക്കലും വ്യതിചലിക്കില്ല. മമ വ്രതമിതം ലോകേ നാഹം യുദ്ധാത് കഥാചന വിമുഖോ വിനിവർത്തേയം. ഇതെന്റെ വ്രതമാണ്, ഒരിക്കലും ഒരു കാരണവശാലും മുതുകിൽ ആയുധമേറ്റ് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത്, പടക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മുതുകിൽ ആയുധമേക്കും, അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്നുള്ളത് എന്റെ വ്രതമാണ്. ലോഭം കൊണ്ടോ അറിവുകേടുകൊണ്ടോ ഭയം കൊണ്ടോ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ലാഭങ്ങൾ ഉദ്ദേശിച്ചിട്ടോ ത്യജേയം ശാശ്വതം ധർമ്മം ഇതിമേ നിശ്ചിതാമതി. ശാശ്വതമായിരിക്കുന്ന ഈ ധർമ്മത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ലെന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമാണ് എന്നറിഞ്ഞുകൊള്ളുക. അപ്പോഴേക്കും ഭീഷ്മൻ പിന്മാറില്ല. പരശുരാമനും ഇതേ പ്രകാരത്തിൽ പിതൃക്കളോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഭീഷ്മനെ പിന്മാറ്റുക, ഞാൻ പിന്മാറില്ല. ഭീഷ്മൻ പിന്മാറണം. ഭീഷ്മൻ പിന്മാറിയാൽ ഭീഷ്മൻ തോറ്റു എന്നർത്ഥം. പരശുരാമൻ പിന്മാറിയാൽ പരശുരാമൻ തോറ്റു എന്നർത്ഥം. ഭീഷ്മൻ പിന്മാറിയാൽ ഭീഷ്മൻ പരശുരാമന്റെ ആജ്ഞയെ അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് ഭീഷ്മൻ പിന്മാറില്ല. തന്റെ ശിഷ്യനെ കൊണ്ട് സമ്മതിപ്പിക്കാതെ പരശുരാമനും പിന്മാറില്ല. അങ്ങനെ വന്നപ്പോ തതസ്തേ മുനയസർവേ നാരദ പ്രമുഖാ നൃപ ഭാഗീരഥീച്ച മേ മാത രണമധ്യം പ്രവേദിരേ. എല്ലാ മുനിമാരും, അതേ നാരദ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ മുനിമാരും എല്ലാ ദേവതകളും എന്റെ അമ്മയായ ഭാഗീരഥിയും ഗംഗയും ആ പടക്കളത്തിൽ എന്റെയും പരശുരാമന്റെയും നടുവിൽ അവർ ഒരുമിച്ച് നിന്നു. ഞങ്ങൾ പരസ്പരം ആയുധം പ്രയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ അവസരത്തിൽ ഞാൻ വില്ലുവയ്ക്കാൻ തയ്യാറായില്ല. ഞാൻ അപ്പോഴും കുലച്ച വില്ലുമായിട്ട് ദൃഢനിശ്ചയ, ഇളക്കമില്ലാത്ത മനസ്സോടുകൂടിയവനായിട്ട് സ്ഥിരോഹമാഹവേ യോദ്ധും തതസ്തേ രാമമബ്രുവൻ. ഞാൻ യുദ്ധത്തില് പിന്മാറാതെ യുദ്ധം ചെയ്യാനുള്ള ഉറപ്പോടുകൂടിയിട്ട് ആ പടക്കളത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, രാമൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണം, അതല്ലാതെ ഞാൻ പിന്തിരിയില്ല എന്ന്. ഈ അവസരത്തിൽ പരശുരാമന്റെ പിതൃക്കൾ പരശുരാമനോട് പറഞ്ഞു, നാവനീതം ഹി ഹൃദയം വിപ്രാണം ശാമ്യ ഭാർഗവ. അല്ലയോ ഭാർഗവ, ബ്രാഹ്മണരുടെ മനസ്സ് എന്ന് പറയുന്നത് വെണ്ണ പോലെ അങ്ങേയറ്റം മൃദുലമാണ്, ആരിലും കനിയും. അത് ആ മനസ്സിന്റെ, ബ്രാഹ്മണ മനസ്സിന്റെ സ്വഭാവമാണ്. ബ്രാഹ്മണനായ നീ ആ ബ്രാഹ്മണധർമ്മം പുരസ്കരിച്ചിട്ട് മനസ്സലിഞ്ഞ് നീ ഈ യുദ്ധത്തിൽ നിന്നിട്ട് പിന്മാറുക. അവധ്യോ വൈ ത്വയാ ഭീഷ്മ ത്വം ച ഭീഷ്മസ്യ ഭാർഗവ. അല്ലയോ പരശുരാമ, നീ വസ്തുത മനസ്സിലാക്കിക്കൊള്ളൂ. ഭീഷ്മൻ നിനക്ക് അവധ്യനാണ്. ഭീഷ്മനെ കൊല്ലാൻ നിനക്ക് പറ്റൂല. ഇതേപോലെ നിന്നെ കൊല്ലാൻ ഭീഷ്മനും പറ്റൂല. എന്താ, പരശുരാമൻ ചിരഞ്ജീവിയാണ്. അതുകൊണ്ട് ഭീഷ്മനെ കൊല്ലാൻ പരശുരാമനും പറ്റൂല, പരശുരാമനെ കൊല്ലാൻ ഭീഷ്മനും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പിന്തിരിയണമെന്ന് രണ്ടുപേരോടും പിതൃക്കൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. അവസാനം വല്ലവിധേയനെയും പരശുരാമനെ കൊണ്ട് അവർ
വില്ല് താഴെ വയ്പ്പിച്ചു.